ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്രാസ് വൈബ്രന്റ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ പഴയ പേര് ആഗ്നേയ മോംസ് വേൾഡ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ചാനലിലെ പേര് ചിത്രാസ് വൈബ്രന്റ് ബ്ലോഗ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷത്തിൽ കൂടുതലായി ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനൊരു മൈക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് അതേപോലെ തന്നെ അതിൻ്റെ റിവ്യൂ വീഡിയോയുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മൾ എത്രയോ നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു വീഡിയോ ചെയ്താലും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്ര നല്ലതല്ല എങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയുള്ള റീച്ചോ വ്യൂസോ നമ്മുടെ വീഡിയോക്ക് കിട്ടണം എന്നില്ല. അപ്പം നമ്മളെല്ലാവരും തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പല തരത്തിലുള്ള മൈക്കുകളും അവൈലബിൾ ആണ്. വയർഡ് മൈക്കുണ്ട്, വയർലെസ് മൈക്കുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് തരത്തിലുള്ള മൈക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ബോയയുടെ വയർഡ് മൈക്കാണ് യൂസ് ചെയ്തിരുന്നത്. നല്ലൊരു മൈക്ക് തന്നെയായിരുന്നു അത്. ആ ഒരു മൈക്കിൻ്റെ റിവ്യൂ വീഡിയോ ഓൾറെഡി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിട്ടുള്ളത് വയർലെസ് മൈക്കുകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വയർലെസ് മൈക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. അപ്പോൾ നമുക്കിതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കാം. SJ ക്യാമിൻ്റെ വയർലെസ് മൈക്രോഫോൺ M3 മോഡലാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു യൂണിറ്റ് ആണ്. മൈക്രോഫോണിൻ്റെ ചാർജിങ് കേസാണ് ഈ കാണുന്നത്. ഇതുകൊണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല ഭംഗിയുള്ളൊരു ചാർജിങ് യൂണിറ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ ചാർജിങ് കേസും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ചാർജ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ 2 മൈക്കുകളുമാണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മൈക്കിനെ കവർ ചെയ്ത് യൂസ് ചെയ്യാനുള്ള വിൻഷീൽഡാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചാർജിങ് കേസ് ചാർജ് ചെയ്യാനുള്ള കണക്ടറാണ്. ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഐഫോണിൽ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നതാണ്. ഐഫോൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കണക്ടർ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് 4 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബോക്സിൻ്റെ ചാർജിങ് കപ്പാസിറ്റി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കേസിൻ്റെ ബാക്കിലായിട്ട് ഒരു Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചാർജിങ് കേസ് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തതിന് ശേഷം ഈ ഒരു മൈക്കും ട്രാൻസ്മിറ്ററും ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു കേസിലിട്ട് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ചാർജ് ആയിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിറ്ററിൽ TX1 TX2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ എത്ര മൈക്ക് യൂസ് ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ TX1 മാത്രമാണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മൈക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ 2 മൈക്ക് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ 2 ബ്ലൂ ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ സൈഡിലൊരു Type-C ചാർജിങ് പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിനിടയിൽ ഫോണിൽ ചാർജില്ല എങ്കിൽ ഈ ഒരു പോർട്ട് വഴി കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണും ചാർജ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വീഡിയോ റെക്കോർഡിങ്ങിനിടയിൽ തന്നെ നമുക്ക് ഫോണും ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് എത്ര ഡിസ്റ്റൻസിൽ വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, ഞാനിത് ക്യാമറയുടെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു മൈക്കിൻ്റെ ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈസിയാണ്. പിന്നെ ഈ മൈക്രോഫോണിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 അവർ ബാറ്ററി ലൈഫാണ് പറയുന്നത്. കൂടാതെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു മൈക്രോഫോൺ തരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്കൊന്നും തന്നെ കണക്ട് ചെയ്യാതെയാണ്. ഇനി നമുക്ക് നമ്മുടെ SJ ക്യാമിൻ്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓഡിയോയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ആ ഒരു വോയിസിൻ്റെ ക്ലാരിറ്റിയും ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു വോയിസിൻ്റെ ക്ലാരിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഡയറക്റ്റ് പർച്ചേസാണ് ചെയ്തിരുന്നത്. പെൻഡാമേനകയിലുള്ള ടോക്കിയോ ഷോപ്പിൽ നിന്നായിരുന്നു ഞാൻ ഈ ഒരു മൈക്രോഫോൺ വാങ്ങിയത്. ഈ ഒരു മൈക്രോഫോണിൻ്റെ MRP പ്രോഡക്റ്റിൽ കാണിക്കുന്നത് 7800 ആയിരുന്നു. പക്ഷേ എനിക്ക് 4500-നാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഫ്രണ്ട്സ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ ലാഭം. കാരണം ഇപ്പോൾ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് 3279 ആയിട്ടുണ്ട്. വീഡിയോ ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബേഴ്സിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ് ST ക്യാമിൻ്റെ M3 മൈക്രോഫോൺ. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസും കൂടാതെ ആമസോണിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.